എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ പലരും വീട്ടിൽ തൈര് കുറേ ഒഴിച്ച് വയ്ക്കാറുണ്ട്, എന്നാൽ പലപ്പോഴും നല്ല കട്ടിയുള്ള തൈര് കിട്ടാറില്ല. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നല്ല കട്ടിയുള്ള നല്ല തൈര് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പാല് തിളപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാലെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയുള്ള പാലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പാക്കറ്റ് പാലൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ അതിലേറ്റവും കൊഴുപ്പ് കൂടിയ പാല് വാങ്ങുക. അപ്പോഴാണ് തൈരിന് നല്ല കട്ടി കിട്ടുക. കൊഴുപ്പ് കുറഞ്ഞ പാലാണെങ്കിലും നമുക്ക് തൈര് ഉണ്ടാക്കാം, അപ്പോൾ കുറച്ചും കൂടി കട്ടി കുറവായിരിക്കും എന്ന് മാത്രം. എന്നിട്ട് പാല് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. പാല് നന്നായി തിളച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാറണം. ഒരുപാട് ആറി തണുത്ത് പോകരുത്, ഒരു ചെറിയ ചൂട് വേണം. എന്നാലാണ് നമ്മുടെ പാല് തൈര് ഉറയൊഴിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ചെറിയ ചൂടുള്ള പാല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ ചൂടറിയാനായിട്ട് നമ്മുടെ ഒരു വിരൽ ആ പാലിൽ മുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചൂട് ഫീൽ ചെയ്യണം. അത്രമാത്രം ചൂട് മതി, ഒത്തിരി ചൂട് വേണ്ട. അതുപോലെ ആറി തണുത്തും പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള പാല് ഞാനിവിടെ ഒരു മൺപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺപാത്രത്തിൽ നമ്മൾ തൈര് ഉറയൊഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള കട്ടിയുള്ള തൈര് നമുക്ക് ഉറയൊഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. അതായത് നമ്മൾ വീട്ടിൽ തൈര് കുറവൊഴിച്ചത് ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ, അതുമല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് തൈര് വാങ്ങുമല്ലോ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കുക. നല്ല കടുപ്പത്തിൽ പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ തൈരിന് ഒത്തിരി പുളിയില്ല, ഒരു മീഡിയം ലെവൽ പുളിയാണുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ തന്നെ അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ച ശേഷം പിറ്റേ ദിവസം, അതായത് നമ്മൾ രാത്രിയാണ് തൈര് ഉറയൊഴിക്കാനായിട്ട് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞാനൊരു രാത്രി ഫുള്ള് തൈര് ഉറയൊഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ നമ്മുടെ തൈര് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണിത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ തൈര് ഉറയൊഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന തൈരൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇത് നമുക്ക് അധികം പുളിയില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട് യോഗട്ടൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തൈരാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുളിയില്ലാത്ത തൈരിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കട്ടിയുള്ള തൈരാണെങ്കിൽ അങ്ങനെയും ഒരു പ്രയോജനമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.